ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് 2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഫുള്ള് സ്റ്റെപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. സ്ലാബ്സും വുഡൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഫാസ്റ്റിൽ കയറി പോവുക. അത് മാത്രമല്ല നമുക്ക് ഇന്നലെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ പോയപ്പോൾ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ നമുക്ക് 5 അയണും 6 കിട്ടിയതായിരുന്നു. ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കിയത്. അവിടെ 2 കേവ് ഉണ്ട്. അതിൽ ഒന്നിൽ പോയപ്പോഴാണ് നമുക്ക് 6 അയൺ കിട്ടിയത്. അത് വെച്ചിട്ട് നമ്മളൊരു ഷീൽഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളെ വീട് സെറ്റാക്കുക. അപ്പോൾ ഞാനെന്തായാലും അതിനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വരെ പക്ഷേ നമ്മൾ വുഡ് വെട്ടിയിട്ടുണ്ട്. 40 വുഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റോണാണ് ഒപ്പിക്കാനായിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒന്ന് വീട്ടിലേക്ക് കൊടുത്തു. ആ ആപ്പിൾ എന്നൊക്കെ നമ്മൾ ഫുള്ള് കുറേ മരങ്ങൾ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബേസ് കാണുന്നു. ഇവിടുന്ന് പുറകുന്ന് കയറാനായിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. ഇവിടെ കൂടെ ഇങ്ങനെ വലിഞ്ഞ് കയറുന്നതിനായിട്ട് നല്ലത് അങ്ങനെ ഉണ്ടാക്കണില്ല. ഇപ്പോൾ ഈ കൂടെ കയറുക. ഇവിടെ ഒരു ഡേറ്റ് വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പുറകെ കൂടെ കയറാനായിട്ടൊരു സ്റ്റെപ്പും കൂടി ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. എന്തായാലും നമുക്ക് നമ്മളെ ബേസിൻ്റെ മാർക്കിങ് ബെഡ് ഇതിന് പൊട്ടിച്ചേ. ബെഡ് അവിടെ തന്നെ വെക്കടേ. നമ്മൾ റീസ്പോൺ പോയിൻറ്റ് സെറ്റായിട്ടില്ലെങ്കിൽ നമ്മളിവിടുന്ന് ചത്ത ഫസ്റ്റ് എത്തും. നമ്മൾ സ്പോണായി അവിടുത്തെത്തും. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റോണും കൂടി കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. കേസ് നമുക്ക് 64 എണ്ണവും പിന്നെ 2 സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വലിഞ്ഞ് കയറണം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്തായാലും നമ്മളെ ബേസിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. ഗൈസ്, ഔട്ട്ലൈൻ സൂര്യൻ ഇവിടുന്ന് എങ്ങനെ കെട്ടണം ഗൈസ്? ഇങ്ങനെ കെട്ടല്ലേ, നേരെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. ഇവിടെ നോക്കിയാണെങ്കിൽ കറക്റ്റ് വില്ലേജും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മളെ ചെറിയൊരു വീട് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ചെറിയൊരു വീട് എന്നിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് സ്പേസ് വേണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടേക്ക് എത്ര ഇത് വേണം നോക്കണ്ടേ. ബ്ലോക്കിൻ്റെ എത്ര ബ്ലോക്ക് ഉണ്ട്? 1 2 3 4 5 6 7 8 8 പിന്നെ 1 2 3 4 5 6 7 8 9 10 11 12 ഇപ്പുറത്തോട്ട് 12 അങ്ങോട്ടേക്ക്. അപ്പോൾ ലെവലായിട്ട് വെക്കണം. അത് ഫസ്റ്റ് തൊട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എത്ര ഉണ്ട് തന്നെ നോക്കാം. 1 2 ഇവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ബ്ലോക്കും പിന്നെ ഇവിടെ ഒരു ബ്ലോക്കും വെക്കാം. നമുക്കൊന്ന് ഉറങ്ങിയിട്ട് ബാക്കിയാണ്. എന്താ രാത്രി ആയിട്ടില്ല എന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സൈഡും കൂടി ഇതാക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇതാക്കുക. ഇനി സൈഡിൽ എത്ര ഉണ്ട്? 1 2 3 4 ഇപ്പുറത്തോട്ട് എത്ര ഉണ്ട്? ഇവിടെ 1 2 3 4. ഇനി ഇവിടെ നിന്ന് 4 നോക്കണം. 1 2 3 4. ഓക്കെ, കറക്റ്റ് 4 എന്നുണ്ടെങ്കിലേ 4. ഓക്കെ, ഇനി ഇവിടെ 1 4. ഓക്കെ, കറക്റ്റ്. ഇനി ഇവിടെ എത്ര സൈഡ് നോക്കണം? 1 2 3 4. ഓക്കെ, 4 തന്നെ ഉണ്ട്. ഇനി നമുക്കൊന്ന് ഉറങ്ങിയിട്ട് ബാക്കി പണി ചെയ്യുക. അപ്പോൾ എന്നാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബും കൂടെയാണ് ചെയ്യുന്നത്. നമുക്കിനി 1K അടിക്കണമെങ്കിൽ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് മതി. എന്തായാലും നമുക്ക് എൻ്റെ സൈഡും കൂടി ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഇത്ര വേണം നമുക്ക് ചെറിയൊരു വീട് തീസ്. ഇത്ര വേണ്ട. നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കേട്ടല്ലേ. നമ്മുടെ അടുത്ത് കുറേ സ്റ്റോൺ ഉണ്ടായിരുന്നു. പകുതി മുക്കാലും തീർന്നിപ്പോൾ. ഇവിടെ നിന്ന് ഓക്കെ, നീ 40 എണ്ണത്തിന് എടുത്തിട്ട് വെക്കാം. സ്റ്റോണിൽ ആകെപ്പാടെ കുറച്ച് പണിയുള്ളൂ. ബാക്കി ഫുള്ള് വുഡിലും പ്ലാങ്കിലൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എടുത്തിട്ടൊന്ന് പൊട്ടിക്കട്ടെ. നമ്മളെ തറേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ. ഇനി നമുക്ക് മേലോട്ടുള്ള ഭാഗമാണ് നോക്കേണ്ടത്. അതിന് മുമ്പ് ഈ സ്പൈഡറിന് സോട്ട് എടുക്കുക. 1 2. ഓക്കെ, 2 അടിക്കുക കയറുന്നു. ഇനി നമുക്ക് വുഡ് എടുക്കുക. വുഡ് കറക്റ്റ് 20 എണ്ണം ആക്കി കേട്ടോ. 18 എണ്ണമല്ലല്ലോ, 20 എണ്ണം പ്ലാങ്ക് ആക്കാൻ 20 എണ്ണം നമുക്ക് വുഡായിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒന്ന് പൊട്ടിക്കാനിട്ട് മേലോട്ടേക്ക് 5 എണ്ണം. 1 2 3 4 5. ഓക്കെ, ഇനി അപ്പുറത്തിൻ്റെ
ചുറ്റുഭാഗം ഒന്ന് വെക്കണം. എന്തായാലും നമ്മൾ ഇത് കറക്റ്റ് എന്തെണ്ണല്ലേ അതെ, ഇനി ഇതിൻ്റെ ചുറ്റുഭാഗം വെക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഇത് വെച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഇനി ഇതും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർന്നിട്ടുണ്ട്. ചുറ്റിനും വെച്ചിട്ടുണ്ട് കേട്ടോ. 20 എണ്ണം ഫുള്ള് പോയിട്ടുണ്ട്. ചുറ്റിനും വെച്ചിട്ടുണ്ട്. നമ്മളെ സൈഡത്തെ പണിയൊക്കെ തീർന്ന് ഇനി നമ്മൾ പ്ലാങ് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക. 1 2 3 4 5 6 7 പ്ലാങ്ക് ആക്കാൻ വേറെ വെട്ടേണ്ടി വരും നമുക്ക്. ഇവിടെ നിന്ന് ഇപ്പോൾ വന്ന പ്ലാനാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കൽ കുറച്ചും കൂടി വുഡ് വേണ്ട വരും മിക്കവാറും നല്ല നമ്മളെന്തായാലും അപ്പോൾ ഒന്ന് ഇവിടെ നമ്മളടുത്ത് ഉള്ളത് വെച്ചിട്ട് നമ്മൾ പ്ലാങ്ക് വെട്ടിയിട്ട് വരാം കേട്ടോ. ഇതും ഈ 2 എണ്ണം കൂടി വെച്ചിട്ട് പ്ലാങ്ക് വെട്ടിയിട്ട് വരാൻ. കാട്ടിലേക്ക് പോകണം ഗൈസ് പ്ലാങ്ക് വെട്ടാനായിട്ട്. അതാണ് പ്രശ്നം ഗൈസ്. നമ്മൾ 16 എണ്ണം വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഇത് വലിഞ്ഞ് കയറണം. നമ്മൾ നേരത്തെ വെച്ച ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഡേർട്ട് എവിടെ അതവിടെ കിടക്കണം. ഇനി വലിഞ്ഞ് കയറുക. നേരെ പോവാം അവിടെ വെക്കാം. ഇതിൽ മെയിനായിട്ട് ഫുൾ ആവശ്യം വുഡാണ്. സ്റ്റെപ്പിനും വീടിനും ഫുള്ളായിട്ട് വുഡാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഇവിടെ ഇത് തികയുമെന്ന് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് ഓക്കെ ഒന്ന് ഓക്കെ. ഇനി ഈ സൈഡും കൂടി വെച്ച് നമ്മളെ ചുറ്റിനും ഇത് വെച്ചത് പണി തീരും. ഇനി പട്ട ഇതും കൂടി ഒന്ന് വെക്കാം. ഓക്കെ നമ്മളെ ചുറ്റിനും വെച്ചതിൻ്റെ പണിയൊക്കെ തീർന്ന്. ഇനി നമ്മൾ ഈ സൈഡിൽ എന്താക്കുന്നുള്ളതിൻ്റെ ഒരു ഇതാണ് എനിക്ക്. ഓക്കെ നമുക്കിനി ഇതിൻ്റെ ചുറ്റിനും ഗ്ലാസ് വെക്കണം കേസ്. നമ്മളെ ചുറ്റിനും ഓക്കെ കേസ്. നമ്മൾ 59 സാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് സെറ്റാക്കാനായിട്ട് നമ്മൾ 59 സാൻഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതൊക്കെ ഉരുക്കണം. നമ്മൾ അവിടെ ഉള്ളൊരു കുളത്തിൽ നിന്നാണ് നമ്മളത് പിന്നെ എന്തായാലും ഉരുക്കാൻ വെക്കാം കേസ്. കേസ് നമ്മളിതാ ഫുള്ള് വെച്ച് തീർത്തിട്ടുണ്ട്. നമ്മൾ 2 ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി. ഇനി 3 എണ്ണം ബാക്കിയുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി വെക്കാനായിട്ട് നമ്മളത് എക്സ്ട്രാ പോയിട്ട് എടുത്തിട്ട് വന്നേ കേട്ടോ. നമ്മൾ ആ സാൻഡ് കുറേ നേരത്തെ പണിയാണ്. ഫുള്ള് ചുറ്റിന് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് ഭാഗത്തും ആണ് എന്താ ചെയ്യേണ്ടത്. ഇവിടെ 3 എണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം. അതിന് മുമ്പ് ഇതും കൂടി ഒന്ന് വെച്ച് തീർക്കട്ടെ. 1 2 തെറ്റല്ലേ. ഇനി ഒറ്റൊന്നും കൂടി മതി കേട്ടോ. ഓക്കെ സെറ്റ്. നമ്മളെ വീടിൻ്റെ സൈഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം എന്താണ് ചെയ്യേണ്ടതെന്നാണുള്ള കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ ഇവിടെയാണ് ചെയ്യാണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളെ സൈഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതെന്തായാലും നമുക്ക് അടുത്ത പാർട്ടിൽ തീരുമാനിക്കാം. എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്ത പാർട്ടിൽ സെറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.